നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ബീറ്റ്റൂട്ടും മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി പൊറോട്ട ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമുക്കിന്ന് നന്നായി തിരുമിയെടുക്കാം. എന്നിട്ട് നമ്മുടെ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഇച്ചിരി സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതൊരു 10-20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിനിടയിൽ നമുക്കിതിനകത്ത് വെക്കാനുള്ള ബീറ്റ്റൂട്ട് മുട്ട മിക്സ് തയ്യാറാക്കാം. പാലിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 കറിവേപ്പില ചെറുതായിട്ട് ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബീറ്റ്റൂട്ട് അത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വേവിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. മിക്സിയിൽ കറക്കിയെടുത്താണത്. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ മാവ് കുഴച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർക്കാം. ഇപ്പോൾ ഈ ബീറ്റ്റൂട്ട് വേവിച്ചതാണ്. ഇനിയിപ്പോൾ വേവിക്കാത്ത ബീറ്റ്റൂട്ട് ആണെങ്കിൽ സാരമില്ല, ഇങ്ങനെ ഒന്ന് ഇളക്കി അത് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതിലെ ബീറ്റ്റൂട്ടിലെ വെള്ളവും മലിഞ്ഞ് കിട്ടും, സവോളയും പച്ചമുളകും എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും. ഇനി ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമയമൊക്കെ മാറിയിട്ടുണ്ട്, സവോളയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ വെച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നമുക്കിനി ഇത് ഈ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതിനകത്തേക്ക് 2 മുട്ട ഒഴിക്കാം. എന്നിട്ട് ഈ മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുക്കണേ. ഇത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ച് കഴിയുമ്പം ഈ ബീറ്റ്റൂട്ടുമായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ പണ്ടൊരു ബീറ്റ്റൂട്ട് മുട്ടത്തോരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. ബീറ്റ്റൂട്ടും മുട്ടയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പൊറോട്ടയ്ക്കുള്ള മാവ് പരത്തിയെടുക്കാം. ഈ മാവ് അല്പം പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴേ അതിനൊരു നല്ല മയം കിട്ടത്തുള്ളൂ. ഇതിപ്പം 4 പൊറോട്ടയ്ക്കുള്ള മാവുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ 4 ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒട്ടും എണ്ണയില്ലാതെ പൊടി ഉപയോഗിച്ചിട്ടാണ് അത് പരത്തിയെടുക്കുന്നത്. ഈ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ ഒരു വശത്ത് എണ്ണ തേക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മറ്റേ സൈഡിലും എണ്ണ തേക്കണം. പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിറച്ചും എണ്ണയാണ് കേട്ടോ. എണ്ണയില്ലാതെ പൊറോട്ട ഉണ്ടാക്കി അത് ശരിയാവത്തില്ല. ഞാൻ മാക്സിമം എണ്ണ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഈ പരത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർക്കാം. എന്നിട്ട് അതിങ്ങനെ ഇതിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഈ ഒരു മസാലയ്ക്ക് പകരം നമുക്ക് ചിക്കൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പച്ചക്കറികൾ തന്നെയോ നമുക്കിഷ്ടമുള്ള ഏത് മസാല വേണേലും തയ്യാറാക്കാം. ഇനി നമുക്ക് ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ ഈ നടുഭാഗത്തുനിന്ന് താഴോട്ടൊന്ന് കീറിയെടുക്കാം. ഇനി ഇവിടെ നിന്ന് പതുക്കെ ഒന്ന് ഇത് ചുരുട്ടിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ചുരുട്ടി എടുത്ത് പൊറോട്ട ഉണ്ടാക്കാമെന്നുള്ള ഐഡിയ എനിക്ക് കിട്ടിയതൊരു ഫോറിൻ ചാനലിൽ നിന്നാണ്. പക്ഷേ നമ്മുടെ ഈ മസാല ഇത് നമ്മുടേത് തന്നെയാണ് കേട്ടോ, നമ്മുടെ സ്വന്തമാണ് ഈ മസാല. ഇത് ടൈറ്റായിട്ട് ചുറ്റണേ. ഇതിനി ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ഈ 2 അറ്റവും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് അമർത്തിയെടുക്കുക.
അപ്പോൾ നമ്മുടെ പൊറോട്ട തയ്യാറായിട്ടുണ്ട്. ഇതിനി കല്ലിലേക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തയ്യാറാക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയിൽ ചുടുന്നതിന് മുമ്പ് നമ്മുടെ 2 കൈയിലും എണ്ണ തേച്ചിട്ട് അതിങ്ങനെ പരത്തി എടുക്കണം. തിരിച്ചും മറിച്ചിട്ട് പരത്തിയെടുക്കുക. ഈ ബീറ്റ്റൂട്ടൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നതുകൊണ്ട് അത് പുറത്ത് പോകുമെന്ന് വിചാരിക്കേണ്ട. അവിടെ തിൻ ലെയറായിട്ട് മാത്രമേ മൈദയുള്ളൂ, അതുകൊണ്ടാണ് അതിങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. ചൂടായ പാനിലേക്ക് എണ്ണ തേച്ചിട്ടുണ്ട്. നമുക്കിനി ഈ പൊറോട്ട ഇതിനകത്തിട്ട് ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കില്ലേ, അതുപോലെ തിരിച്ചും മറിച്ച് വിട്ട് ചുട്ടെടുക്കണം. പക്ഷേ ഒരിത്തിരി എണ്ണ കൂടുതൽ വേണം കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. കണ്ടോ, നല്ല സുന്ദരി പൊറോട്ട. ഇതിപ്പോൾ ഈ മൈദയും ഈ ബീറ്റ്റൂട്ട് മുട്ട ഇതിൻ്റെ മസാല എല്ലാം കൂടി കല്ലിൽ കിടന്നൊന്ന് മുരിയുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പൊറോട്ട പാകമായിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. നമുക്കിപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയും കഴിക്കാം, അതുപോലെ രാത്രി അത്താഴത്തിൻ്റെ കൂടെയും, അതുപോലെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. നമുക്കിനി ഇത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഈ ഒരു പൊറോട്ട എല്ലാവരും സമയം പോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്